ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഡെസേർട്ട് ഐറ്റമായ ബ്ലാക്ക് ഫോറസ്റ്റ് ട്രിഫിൾ ആണ്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണിത്. ഒരു 5 സ്റ്റാർ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ അതേ ടെക്സ്ചറും ടേസ്റ്റുമാണ് ഇതിന്. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം ഒരു ബേസിക് സ്പഞ്ച് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം. കണ്ടോ, നല്ല സൂപ്പർ സ്പഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അതിനായിട്ട് 1 കപ്പ് മൈദാമാവും 1/2 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇടഞ്ഞെടുക്കണം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ കൊക്കോ പൗഡറിലുള്ള ചെറിയ ചെറിയ തരികൾ മാറിക്കിട്ടാനും അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം തന്നെ ഒരുപോലെ എല്ലായിടത്തും മിക്സായി കിട്ടാനും ഇത് സഹായിക്കും. അതിനുശേഷം 1/3 കപ്പ് ചെറു ചൂടുപാല് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുക. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ഗ്രാജുവലി ചേർത്ത് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് വിസ്ക് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ചെയ്താലും മതിയാകും. കുറച്ചും കൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. ഇത് നല്ലൊരു ക്രീമി ഫ്ലഫി ടെക്സ്ചറിൽ വരണം. എങ്കിലാവും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. ബേസിക് ചോക്ലേറ്റ് കേക്കാണോ ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഈ കേക്ക് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്തത്. ഇതിലേക്ക് 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതായത് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടെ വെജിറ്റബിൾ ഓയിലാണ്. ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി മിൽക്കും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒട്ടും കട്ട കെട്ടാതെ നല്ല അയവുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ബാറ്ററിന് വേണ്ടത്. അധികം കട്ടിയുമല്ല എന്നാൽ അധികം ലൂസും അല്ലാത്ത ഈ ഒരു പാകത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ കുക്കറിൽ നേരിട്ട് ഒഴിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. കുക്കറിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് കുക്കറിലെ സൈഡിലും എല്ലാം നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദാമാവും കൂടി ഇട്ടിട്ട് ഈ രീതിയിൽ ഡസ്റ്റ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള മൈദാമാവ് ഇതുപോലെ തട്ടിക്കളയണം. ഈ രീതിയിൽ കുക്കർ മൈദാമാവ് കൊണ്ട് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ ഒരു 20-25 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് അതിനുള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒക്കെയും പോയി കിട്ടാനാണ്. ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. കുക്കർ അടപ്പ് കൊണ്ട് അടച്ച് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. വിസിൽ വെക്കരുത്. ചൂടായി കിടക്കുന്ന തവയിലേക്ക് കുക്കർ വെച്ചു കൊടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക. അതിനുശേഷം സിമ്മിലാക്കിയിട്ട് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30-35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം കുക്കായിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുക്കുക. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കേക്കിൽ ഇതുപോലെ കുത്തിയിട്ട് എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അറിയാൻ പറ്റും കേക്ക് ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും കേക്ക് നല്ല ഫോം ആയിട്ടുണ്ടാവും. ഈ രീതിയിൽ കേക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ക്രോസ് സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പിനും കൂടെ അനുസരിച്ചിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ക്വയർ ഡിഷിലാണ് തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്വയർ ഡിഷിലേക്ക് കേക്കിന്റെ ആദ്യത്തെ ലെയർ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ കേക്ക് ഒന്ന് പൊടിച്ചിട്ട് ഫില്ല് ചെയ്ത് വെച്ചു കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു ഷുഗർ സിറപ്പും കൂടെ തയ്യാറാക്കണം. ഒരു പാനിലേക്ക് 1/3 കപ്പ് ഷുഗറും അതായത് 1/4 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടെയാണ്
1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി ഫ്ലേവർ കൊടുക്കുന്നതിനായിട്ട് 1 കപ്പ് സ്ട്രോബെറീസ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ക്രഷ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരണം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ആ സ്ട്രോബെറീസിലൊക്കെ ഒന്ന് പിടിച്ച് സ്ട്രോബെറീസിൽ നിന്ന് ജ്യൂസ് ഒക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു പാകത്തിന് നമുക്ക് നിർത്തി ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും. ഇതിൽ നിന്നും സ്ട്രോബെറീസ് ഒക്കെ എടുത്ത് മാറ്റി വെക്കണം. സ്ട്രോബെറിയുടെ ഒരു ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഈ ഷുഗർ സിറപ്പിന്റെ പകുതിയോളം ഉപയോഗിച്ചിട്ട് ഈ കേക്ക് ലെയറിലൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഉപയോഗിച്ചിട്ട് ഒരു ലെയർ കൊടുക്കുക. ടിന്നിൽ കിട്ടുന്ന ചെറീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചെറീസ് ഇതുപോലെ ലെയർ ചെയ്യാൻ എടുത്തിട്ട് അതിൽ വരുന്ന ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യാനും കൂടെ എടുക്കാം. ഇനി ഇതിന് മുകളിൽ വിപ്ഡ് ക്രീമിന്റെ ഒരു ലെയർ കൊടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ടും സുഖമായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. ആദ്യം ചെറിയ സ്പീഡിലിട്ടൊന്ന് വിപ്പ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഒരു ലെയർ കൊടുക്കാനായതുകൊണ്ട് ഞാൻ ഇതിൽ ഐസിങ് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല. ഇനി സ്ട്രോബെറീസിന്റെ മുകളിൽ ഒരു വിപ്ഡ് ക്രീമിന്റെ ലെയറും കൂടെ കൊടുക്കുക. അതിനുശേഷം കേക്കിന്റെ ഒരു ലെയറും കൂടെ കൊടുക്കാം. ഒട്ടും ഗ്യാപ്പില്ലാതെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കേക്കിന്റെ പീസസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറീസ് ബാക്കി ഉണ്ടെങ്കിൽ ആ സ്ട്രോബെറീസും കൂടെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വിപ്ഡ് ക്രീം വെച്ചിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് ചെയ്താലും മതിയാകും. അതിനുശേഷം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബാർ ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് ഈ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി സ്ട്രോബെറീസ് ഉപയോഗിച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം സ്ട്രോബെറീസിൽ ഇതുപോലെ ഒരു വി ഷേപ്പ് കൊടുക്കുക. അത് അപ്പം കണ്ടോ ഒരു ഹാർട്ട് ഷേപ്പായി. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം തന്നെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ട്രിഫിൾ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പോലെ തന്നെയാണ്. ഇത് നമ്മൾ ഡിഷിൽ സെറ്റ് ചെയ്ത് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റ് ആണ്. ആരും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തു. ഹാപ്പി കുക്കിംഗ്.